നമസ്കാരം, ഞാൻ ജിഷാദ്, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വിജയിക്കാനുള്ള 5 ട്രിക്കുകളെ കുറിച്ചാണ്. ജീവിതത്തിൽ വിജയം കണ്ടെത്താനുള്ള 5 കുറുക്കു വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ലൈഫിൽ നിങ്ങൾ പകർത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഹെൽപ്പ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ഒരുപാട് നമ്മൾ സഹായിക്കുമ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, നമ്മുടെ യൂസഫ് അലി സാറിനെ തന്നെ എടുക്കാം. 57,000 ആളുകൾക്കാണ്, 57,000 കുടുംബങ്ങൾക്കാണ് അദ്ദേഹം ജോലി കൊടുക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് ആളുകൾക്കായിരുന്നു. അതങ്ങനെ ഒരുപാട് ആളുകളെ സഹായിച്ച് അദ്ദേഹം ലോകത്തിലെ നമ്പർ 1 ബിസിനസ്മാൻ ആയി. അപ്പം നമുക്കും മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ എന്നുള്ള പാഠമാണ് അതിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ ഡെയർ ടു ഫെയിൽ, നമുക്ക് തോൽക്കാൻ പഠിക്കണം. തോക്കുന്നതിൽ ഒരു വിഷമവും വിചാരിക്കരുത്. എത്ര പ്രാവശ്യം നമ്മുടെ ഹിലാരി എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചു, എന്നിട്ട് അത്രയും പ്രാവശ്യം തോറ്റിട്ടും അതിൻ്റെ മുകളിലേക്ക് ആള് കയറി. അപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തോൽക്കാം, തോറ്റാലേ വിജയിക്കാൻ പഠിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയൊരു എക്സാമിന് വല്ലതും ചെറുതായിട്ടും തോറ്റാൽ അപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കലായി, ഹോസ്പിറ്റലിലേക്ക് വരലായി. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ പോലും തോൽക്കാൻ പോലും നമ്മുടെ സമൂഹത്തിന് തയ്യാറല്ല. തോൽവി നമുക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് മേക്ക് ഗ്രോത്ത്. ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം, ഒരുപാട് ബന്ധങ്ങൾ വേണം. ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം, എന്നാലേ നമുക്ക് ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ടേക്ക് എ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവൻ്റെ മാത്രമാണ് വിജയം. വിജയിക്കണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ നമുക്ക് വിജയിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, 5ാമത്തെ പോയിന്റ് പറയുന്നു. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് 1,000 രൂപയാണ് വരുമാനമുള്ളത് ഒരു ദിവസമെങ്കിൽ അതിൻ്റെ ഒരു 20%, 30% മാത്രം ചിലവാക്കി ബാക്കിയുള്ളത് സേവിങ്സിലേക്കും ബാക്കിയുള്ള കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളിലേക്കും ഒക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം നമുക്ക് ഉണ്ടാകുക. അല്ലെങ്കിൽ 1000 രൂപ കിട്ടുമ്പോൾ 2000 രൂപ ചിലവുണ്ടാക്കി വെച്ചാലോ നമുക്ക് ജീവിതത്തിൽ തോൽവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ ഒരു 5 കുഞ്ഞു പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പകർത്തി നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ദിസ് ഇസ് ജിഷ സൈനിങ് ഔട്ട്.